രാവിലെ തുടങ്ങുന്ന പഞ്ചാരടിയാ വൈകുന്നേരം വരെ നീളും. ഓ, ഇവന്റെ ഒക്കെ തലയിൽ വരച്ച വര എന്റെ കാലിന്റെ അടിയിലെങ്കിലും ഒന്ന് വരച്ചാൽ മതിയായിരുന്നു. ആ രാജൻ സാറേ, അവന്റെ മകളുടെ വട്ട് കൂടിയെന്നാ പറഞ്ഞു കേട്ടത്. ആ, നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നുള്ള ലോഡ് വന്നോ? ഇപ്പൊ എത്തും സർ. ഓക്കെ. എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയാകും, അത് സ്വാഭാവികമല്ലേ? ഇമാതിരി ഒരു ഭ്രാന്തനെ കല്യാണം കഴിച്ച ആ പെണ്ണിനെ വേണം പറയാൻ. ഏതായാലും രണ്ടാമതൊരു കുട്ടി കൂടി ജനിക്കുന്നുണ്ടല്ലോ, അതിനും ഭ്രാന്ത് ഉറപ്പാ. തെമ്മാടിത്തരം പറയുന്നോടാ, ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. നോക്ക്, ഞങ്ങൾ ഭ്രാന്തനൊന്നും ഉദ്ദേശിച്ചത് നിന്നെയല്ല. എന്താ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഭ്രാന്തനുള്ളൂ? എടാ, ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തളയ്ക്കാനാവില്ല. ആടിനെ തളയ്ക്കാൻ എന്തിനാടോ? ആനയുടെ ചങ്ങല. അയ്യോ വേണ്ട, അയ്യോ വേണ്ട, മതി മതി, നിർത്താൻ നിർത്താൻ. വർമാജിയോട് മോശമായി പെരുമാറിയ ഈ രാജനെയും കൂട്ടുകാരനെയും ഞാൻ ഇപ്പൊ തന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. അതെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകളുണ്ട് ഇവിടെ. അതേടോ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സംഘടനകൾ, അതല്ലാതെ അവരുടെ തെമ്മാടിത്തരങ്ങൾ സംരക്ഷിക്കാനുള്ളതല്ല. ഇനി മേലിൽ ഇതുപോലെ വല്ലതും സംസാരിച്ചാലുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദ്യത്തിനുടെ വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. എല്ലാവരും ചെവി തുറന്ന് കേട്ടോ. എന്തെങ്കിലും കാരണത്താൽ വർമാജി ഈ കമ്പനിക്ക് നഷ്ടപ്പെട്ടാൽ അന്നത്തോടെ കമ്പനി ഞാൻ പൂട്ടും. ഇവിടുന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അരി വാങ്ങേണ്ട അവസ്ഥ എനിക്കില്ല. മാഡം, വർമാജി ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹത്തെ മാഡം ഡയറക്ടർ ആക്കിയതിന്റെ അസൂയ കൊണ്ടാണ് അവർ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെ, ഡിക്ഷണറി ഭാഷയിൽ ഇതിനെ അസൂയ എന്ന് പറയും, സാഹിത്യ ഭാഷയിൽ ഇതിനെ കണ്ണുകടി എന്ന് പറയും, പച്ച മലയാളത്തിൽ ഇതിനെ ചൊറിച്ചൽ എന്ന് പറയും. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്റർ അല്ലേ? അമ്മേ, അച്ഛൻ വന്നു. എന്താ എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ? നോക്കച്ച, ഡിസ്ട്രിക്ട് തലത്തിൽ ചെസ് കളിയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നില്ലേ? ഇനി കളി നടക്കുന്നത് സ്റ്റേറ്റ് ലെവലിലാണ്. മത്സരം പത്തനംതിട്ടയിൽ വെച്ച. അച്ഛൻ 2 ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ വരണം. പ്ലീസ് ചേട്ടാ, ഇനി വർക്ക്സൈറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞേക്കല്ലേ. സ്റ്റേറ്റ് ലെവൽ കൂടി ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നാഷണൽ ലെവലാണ് കളി. പിന്നെ ഇവൾ ആരാ? എന്താ ഇത്ര ആലോചിക്കാൻ? ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുപോവാം. മോള് ഞാൻ റെഡി ആയിക്കോ. താങ്ക് യു ചേട്ടാ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഈ പ്രഗ്നൻസി പീരീഡിൽ കഴിയുന്ന യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനും മിനിമോളും കൂടെ പൊയ്ക്കോളാം. ഓക്കെ, മോളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ, അതെനിക്ക് അറിയാവുന്നതാണല്ലോ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?